വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു കാര്യമാണ് അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അഫിലിയേറ്റിംഗ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മിത്രയുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് ചെയ്യുന്ന ആപ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. നമുക്കിതിൽ ഏത് സൈറ്റിലെ പ്രോഡക്റ്റ് വേണമെങ്കിലും അഫിലിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അഫിലിയേറ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഉള്ള പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ബ്ലോഗറാണ്, നമുക്ക് സോഷ്യൽ മീഡിയ വ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യിച്ചിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കമ്മീഷനായിട്ട് കിട്ടും. അതാണ് ഈ അഫിലിയേറ്റിംഗ് പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സൈറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ വി കമ്മീഷൻ എന്നാണ്. ഇത് നമുക്ക് അഫിലിയേറ്റിംഗ് മാർക്കറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സൈറ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ഗൂഗിളിൽ ചെന്നിട്ട് വി കമ്മീഷൻ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം വരുന്ന സൈറ്റാണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ആ ഒരു സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിലുള്ള കമ്പനീസിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഷോപ്പി ഉണ്ട്, ആമസോൺ ഉണ്ട്, മിത്രയുണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, അങ്ങനെ പിന്നുള്ളത് നമുക്കറിയാത്ത ടാറ്റ ഏജ്, അങ്ങനത്തെ അറിയാത്ത കുറേ സൈറ്റുകളും ഒക്കെ ഉണ്ട്. സൈറ്റെല്ലാം കമ്പനീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതിൻ്റെ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫിലിയേറ്റിംഗ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ പെർസെൻറ്റേജ് ആയിരിക്കും, 50%, 30% വെച്ച് നമുക്ക് കമ്മീഷനായിട്ടായിരിക്കും കിട്ടുക. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം, പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അവർക്ക് എന്ത് ചെയ്യാം, അവർക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ റിലേറ്റീവ്സിന് ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രിഡ്ജിൻ്റെ ലിങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ആ ലിങ്ക് കൂടി അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇവിടുത്തെ പേയ്മെൻറ്റിൻ്റെ രീതി എന്ന് പറയുന്നത് മറ്റുള്ള ഇതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ പേയ്മെൻറ്റ് വരുന്നത് നമുക്ക് ഈ മാസത്തെ എമൗണ്ട് അടുത്ത മാസത്തേക്കിനായിരിക്കും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത് ക്രെഡിറ്റ് ആയി കിട്ടുക. എന്ന് വെച്ചാൽ ഇപ്പം പെൻഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ പേയ്മെൻറ്റ് കൺഫേം ആയാലും ഒക്കെ വരുന്നത് ഇപ്പം ജനുവരി മാസത്തിലെ കമ്മീഷൻ അല്ലെങ്കിൽ എമൗണ്ട് അടുത്ത ഫെബ്രുവരി മാസത്തിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. എന്ന് വെച്ചാൽ ഡ്യൂ ആക്കിയിടുന്നത്. ഇപ്പോൾ പെൻഡിങ് ആണെങ്കിലും അതെല്ലാം നമുക്ക് റിജക്റ്റ് ആയിപ്പോയി, എമൗണ്ട് ഇല്ല, അതെല്ലാം നമുക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയി, അങ്ങനെ എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും ഈ മാസം ഇപ്പം ഫെബ്രുവരിയിൽ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്തെന്ന് കരുതുക. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എമൗണ്ട് വരുന്നത് പിറ്റേ മാസം ആയിരിക്കും. ഇപ്പോൾ ഫെബ്രുവരിയിലാണ് നിങ്ങൾ സെല് ചെയ്തെങ്കിൽ മാർച്ചിലായിരിക്കും അതിൻ്റെ എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. അങ്ങനെയുണ്ട്. പിന്നെ നമുക്കിതിൽ കമ്മീഷൻ എമൗണ്ട് ആയിരിക്കും കിട്ടുക, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല, അഫിലിയേറ്റിംഗ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്താ വെച്ചാൽ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ അഫിലിയേറ്റിംഗ് സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇവിടെ അക്കൗണ്ട് ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ, അതല്ലാതെ പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് കമ്പനി, പ്രൊപ്പറേറ്റർഷിപ്പ്, അതിലേതാ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കുക. പിന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഏത് കൺട്രി ആണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ്, സിറ്റി അങ്ങനെ കൊടുക്കുക. അഡ്രസ്സ്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക.
പിന്നെ പ്രൈമറി പ്രൊമോഷൻ മെത്തേഡ് ഏതാണ് പ്രൈമറി നിങ്ങൾ ചൂസ് ചെയ്യുക. സോഷ്യലാണോ സെർച്ച് ആണോ അങ്ങനത്തെ കാര്യങ്ങൾ. ഡേറ്റാബേസ് നിങ്ങൾ എങ്ങനെ കൊടുക്കാൻ താല്പര്യം, ഇമെയിലാണോ SMS ആണോ അങ്ങനത്തെ ഓപ്ഷൻസ്. സൈറ്റിൽ എങ്ങനെയാണ് കണ്ടൻറ്റ്, കൂപ്പൺ, ക്യാഷ് ബാക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പാർട്ണർ ആണെങ്കിൽ എന്താണ് ഇൻഫ്ലുവൻസർ ആണോ അങ്ങനത്തെ ഇത് സോഷ്യൽ നെറ്റ്വർക്ക്, സോഫ്റ്റ്വെയർ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഏതിൻ്റെയെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, കൂപ്പൺ ലിങ്ക് കൊടുക്കാം. അതല്ലാതെ സെക്കൻഡറി എന്താണ് പ്രൊമോഷൻ്റെ എന്താണ് മെത്തേഡുണ്ട്. രണ്ടാമത് നിങ്ങൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് അതിന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് അഫിലിയേറ്റിംഗ് സൈനപ്പിൻ്റെ പ്രൊസീജിയറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യുക. നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, സൈനപ്പ് ചെയ്തതിന് ശേഷം ഏത് അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ആണെന്ന് ചൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഏത് പ്രോഡക്റ്റിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ആണ് എന്ന് വെച്ചാൽ നമ്മളത് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലിങ്ക് ഷെയർ ചെയ്യുക. അതിനുശേഷം സെയിലിംഗ് നടത്തുക. അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു എന്താണ് വെബ്സൈറ്റാണ്. അപ്പം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഗൂഗിളിൽ ട്രസ്റ്റ്പാഡിലൊക്കെ സെർച്ച് ചെയ്ത് അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.